കിറ്റെക്സ് സാബുവിൻ്റെ 2020 NDA-യുമായിട്ട് ചേർന്ന വാർത്ത കുറച്ച് ദിവസം മുന്നേ നമ്മൾ അതിൻ്റെ വാർത്തകളെല്ലാം കൊടുത്തു. നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് ഈ ഒരു മാറ്റത്തിന് കാരണം. പിന്നെ ആ മാറ്റം സംഭവിച്ചതിന് ശേഷം കുറച്ചധികം ഇവരുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന അണികൾ കോൺഗ്രസിലോട്ട് പോവുകയും ചെയ്തു, അല്ലെങ്കിൽ UDF-നൊപ്പം പോവുകയും ചെയ്തു. അപ്പം ഇപ്പോൾ ഒരു പുതിയ അപ്ഡേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ED, അതായത് ED-യുടെ 3 നോട്ടീസ് കിറ്റെക്സ് എന്ന് പറയുന്ന കമ്പനിക്ക് എത്തിയിരുന്നു, അല്ലെങ്കിൽ നോട്ടീസ് അയച്ചിരുന്നു. ഈ നോട്ടീസിന് ശേഷമാണ് ഈ ഒരു മാറ്റം സംഭവിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകൾ അല്ലെ പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട് ആ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ കിറ്റെക്സ് സാബു ഇത് നിഷേധിച്ചിട്ടുണ്ട്. അത് അങ്ങനെയല്ല, എല്ലാവർക്കും വരുന്നത് പോലെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായ ചില നോട്ടീസുകൾ മാത്രമാണ് വന്നത്, അല്ലാതെ കിറ്റെക്സ് കമ്പനിക്ക് അങ്ങനെ ഒരു ആരും ഇതുവരെ അങ്ങനെ ഒരു പരാതികളൊന്നും ഉന്നയിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കിതിനെ അങ്ങനെയും കൂടെ വായിക്കേണ്ടി വരുമല്ലോ. അതായത് ED അന്വേഷണത്തെ പേടിച്ചാണോ അങ്ങോട്ടങ്ങ് ചേർന്നത് എന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കാമല്ലോ. തീർച്ചയായും. കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ സാബു, പിന്നെ വേറൊരു കാര്യമുണ്ടെന്ന്, ഈ സാബുവിന്റെ നിലപാടുകൾ അത്തരത്തിലായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു ഒളിച്ചു കടത്തൽ നടത്തുന്നുണ്ട്. അതായത് ഒരു അരാഷ്ട്രീയവാദത്തിന്റെ പേരിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയം ഒളിച്ചു കടത്താൻ കിറ്റെക്സ് സാബു എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. ഈ ED അന്വേഷണത്തിൽ ഏകദേശം 3 നോട്ടീസുകൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് വിദേശ വിനിമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫെമ നിയമലംഘനം നടത്തി എന്നുള്ളതാണ് ED ഇയാൾക്കെതിരെ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 നോട്ടീസുകൾ ഈ സാബുവിന് ലഭിച്ചിട്ടുണ്ട്. ഈ സാബു നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ എപ്പോഴെങ്കിലും ഈ കിറ്റെക്സ് സാബു എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴെങ്കിലും BJP പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഏതെങ്കിലും ഒരു അവസരത്തിൽ കുറ്റം പറഞ്ഞതായി ഞാൻ അദ്ദേഹത്തിൻ്റെ ബൈറ്റുകളിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. ബൈറ്റുകളിലാകട്ടെ പ്രസംഗങ്ങളിലാകട്ടെ ഒന്നും നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടായിരിക്കാം കിറ്റെക്സ് സാബു ആ കാലങ്ങളിൽ എമ്പാടും BJP-യോ അല്ലെങ്കിൽ സംഘപരിവാർ ആശയങ്ങളെയോ ഒരിക്കൽ പോലും തള്ളിപ്പറയാതിരുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ നമ്മൾ ആദ്യകാലങ്ങളിൽ തെറ്റിദ്ധരിച്ചിരുന്നത് ഒരു പക്ഷേ സംഘപരിവാർ ആശയങ്ങളോടുള്ള ആഭിമുഖ്യം, ഒരു കൃസംഗി എന്നുള്ള പേരിലേക്ക് കിറ്റെക്സ് സാബു മാറുമോ എന്നുള്ളൊരു സംശയം ആ കാലത്തൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരു കഥ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് കേരളത്തിലെ പലയിടങ്ങളിലും BJP-ക്ക് ഒരു അധിനിവേശം ഉണ്ടാകാൻ സാഹചര്യം ഒരുങ്ങിയത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. പലയിടങ്ങളിലും ഈ പറയുന്ന ED അന്വേഷണം എന്ന് പറയുന്നതിനെ ഭയന്നിട്ട്, ഇപ്പം നമുക്കറിയാം കെ ബാബു എന്ന് പറയുന്ന ഒരാൾ ഇതിനു മുമ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരുപാട് ആരോപണം നേരിട്ട ഒരാളാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കെ ബാബുവിനെതിരായി ED അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രഖ്യാപനം വന്ന പാടെയാണ് തൃപ്പൂണിത്തുറയിൽ ഒരു വലിയ മാറ്റം, BJP-യുടെ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. ആ മാറ്റത്തോടനുബന്ധിച്ചിട്ടാണ് തൃപ്പൂണിത്തുറയിൽ BJP-ക്ക് അധികാരത്തിലേക്ക് കയറാൻ സാധിച്ചതും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് BJP-ക്ക് എങ്ങനെയാണ് ആദ്യമായി കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റിന് വഴിയൊരുങ്ങുന്നത് എന്നുള്ള കാര്യവും നമ്മൾ നേരത്തെ സംസാരിച്ചൊരു വിഷയമാണ്. ശിവകുമാറുമായി ബന്ധപ്പെട്ട് അനധികൃത സ്വത്ത് സമ്പാദനം. അപ്പം ഈ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വിദേശ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൃത്യമായി ഫെമ നിയമലംഘനം നടത്തി എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് എല്ലാ കാലത്തും ഈ പറയുന്ന ED-യുടെ ഒരു വല്ലാത്ത പ്രഷർ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. പല വ്യവസായികൾക്കും എതിരായിട്ടുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് പല സ്ഥാപനങ്ങളുടെയും BJP ഭരിക്കുന്ന പല സ്ഥാപനങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന പല ആളുകളെയും ആ രീതിയിൽ ഭീഷണിപ്പെടുത്തി തന്നെയാണ് BJP വരുതിയിലാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പല ആളുകളും ഇന്ന് പല സ്ഥാപനങ്ങളുടെയും HOD ആണ്, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. പരസ്യമായി BJP-യിലേക്ക് ചേക്കേറിയ ഒരാളാണ്. കുടുംബമായി BJP-യിലേക്ക് ചേക്കേറേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായതിൻ്റെ പിന്നിൽ എന്ത് തന്നെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ED പേടി തന്നെയാണ്. ഈ ED പേടി സാബു അതിൽ നിന്നൊട്ടും വിഭിന്നനല്ല. കാര്യം ED-യെ ഭയക്കേണ്ട ആൾ തന്നെയാണ്. അദ്ദേഹം കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വിദേശ വിനിമയങ്ങൾ സംശയത്തിന് നിഴലിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആന്ധ്ര പോലെ ഒരു സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ ബിസിനസ് എല്ലാം മാറ്റുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ വർഷക്കാലമായി കേരളത്തിൽ വ്യവസായം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ തഴച്ചു വളർന്ന ഒരു സ്ഥാപനമാണ് കിറ്റെക്സ് എന്ന് പറയുന്ന ഒന്ന്. അതിനെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് കേരളം വ്യവസായ അനുകൂലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് രംഗത്തേക്ക് വരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ മേഖല മാറ്റുന്നു, ഞാൻ എൻ്റെ വ്യവസായം പൂർണ്ണമായും ഞാൻ മറ്റു സംസ്ഥാനത്തിലേക്ക് 4000 കോടിയോ അങ്ങോട്ട് നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള പ്രചരണവുമായി വന്നു. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് കിറ്റെക്സ് സാബു പറഞ്ഞത് എന്നുള്ളത് നമ്മൾ
എനിക്ക് തോന്നുന്നില്ല എവിടെയെങ്കിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു അജണ്ട അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. കാരണം കേരളത്തിന് എതിരായി, അതായത് ഇടത് സർക്കാരിന് എതിരായിട്ട് ഈ രീതിയിലൊരു ആരോപണം ഇവിടെ ഉന്നയിക്കപ്പെടണം. കേരളത്തിലേക്ക് വ്യവസായ സംരംഭങ്ങളൊന്നും തുടങ്ങാൻ സാധിക്കില്ല എന്നും അത്തരത്തിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നത് കേരളത്തിന്റെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എതിർപ്പാണ് എന്നും. അപ്പം നാളെ ഒരു കാലത്ത് അങ്ങനെ സംഭവിക്കത്തില്ല. നാളെ ഒരു കാലത്ത് ഈ NDA കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴും ഇതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുവോ കിറ്റെക്സ്? കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന് ഒരിക്കലും ഇല്ല. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? അദ്ദേഹത്തിന്റെ നിലപാട് ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ ഇകഴ്ത്തുക എന്നുള്ളതാണ്. സർക്കാർ വ്യവസായത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പുതിയ വ്യവസായികളെ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കേരളത്തിന് ഒരാൾ വ്യവസായം തുടങ്ങാൻ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതിനെ കുറിച്ച് കിഴക്കമ്പലത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഈ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ വ്യവസായങ്ങൾ നടക്കുന്നുണ്ടോ എന്നും കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടേ അന്നേരം? അത് തീർച്ചയായിട്ടും വേണമല്ലോ. NDA ഭരിക്കുന്ന എല്ലായിടത്തും വ്യവസായം നടക്കുന്നുണ്ടോ വെച്ചാൽ പലയിടങ്ങളിലും. ഇപ്പൊ ഗുജറാത്ത്, ഇപ്പം സിംഗൂർ വിഷയം ഉണ്ടായി, അതായത് നാനോ കാറിന്റെ ഫാക്ടറി സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിൽ ഭയങ്കരമായ ഒരു പ്രക്ഷോഭം ഉണ്ടാകുകയും നന്ദിഗ്രാമൊക്കെ അവിടെ ഉടലെടുക്കുകയും വലിയൊരു പ്രക്ഷോഭമായി അത് മാറുകയും ചെയ്തതാണ്. പിന്നീടാണ് ടാറ്റ പതുക്കെ അത് ഗുജറാത്തിലേക്ക് അതിന്റെ പ്ലാന്റ് മാറ്റാൻ തീരുമാനം എടുക്കുന്നതൊക്കെ. പല സംസ്ഥാനങ്ങളിലും എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യവസായം തഴച്ചു വളരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളെയും നമ്മൾ പരിശോധിച്ച് നോക്കണം. ഇപ്പം ഗുജറാത്ത് വികസനത്തിന്റെ കാര്യത്തിൽ അങ്ങ് ഉദാത്ത മാതൃകയാണെന്നും കേരളം ഗുജറാത്തിനെ പോലെ വലുതാകുകയാണ്, ഗുജറാത്തിനേക്കാൾ ക്ഷീണിച്ച അവസ്ഥയിലാണ് എന്നും പലരും, ഈ സംഖ്യകൾ പലരും പറയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെയല്ല. ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു ഫേസ് മാത്രമാണ്. അതായത് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിന് 2 മുഖങ്ങളുണ്ട്. എന്നാൽ കേരളത്തിന് അങ്ങനെ 2 മുഖങ്ങളില്ല. കേരളത്തിന് ഒരൊറ്റ മുഖമേ ഉള്ളൂ. അത് ഈ പറയുന്ന പോലെ നഗരങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും അതിർത്തികൾ പോലും നിർണ്ണയിക്കാൻ കഴിയാത്ത അത്രയും രീതിയിൽ നഗരവും ഗ്രാമവും ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ കേരളത്തിൻ്റെ. നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. അതായത് നമുക്കിപ്പോൾ ഒരു ബാങ്ക് എന്ന് പറയുന്ന ഒരു ആക്സസിബിലിറ്റി എന്ന് പറയാൻ നമുക്കൊരു 1 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ ബാങ്കിലേക്ക് നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ബാങ്ക് ഏതാണ്? നമുക്ക് 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതിയാവും. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്കൊരു ഹോസ്പിറ്റൽ നമ്മുടെ അടുത്തുള്ള ഒരു പബ്ലിക് ഹെൽത്ത് സെന്റർ എന്ന് പറയുന്ന ഒരു PHCയിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ആക്സസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ കേരളത്തിന്റെ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം. വിദ്യാഭ്യാസമായിട്ട് ഓരോ പഞ്ചായത്തിലും ഓരോ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എഡ്യൂക്കേഷണലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും ആ നിലയിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടിസ്ഥാന വികസനം എന്ന് പറയുന്ന ആ നിലയ്ക്കാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. ബാങ്ക്, നമുക്ക് വളരെ അടുത്ത് ബാങ്ക് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, സ്കൂളുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് മെത്തേഡുകൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിംഗ് മെഷേഴ്സുകൾ നമുക്ക് വളരെ അടുത്ത് കിട്ടുന്നു. ബസ്സുകൾ, ട്രെയിനുകൾ, ഇതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കൂടി വന്നൊരു 10 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഇതെല്ലാം കൂടെ ആക്സസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന ഒരു ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊല്ലം മുതൽ എത്രയോ സ്റ്റേഷൻസിൽ നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ട്. അവിടെ നിന്ന് ഒരാൾ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ അയാളുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് പാടുപെടേണ്ടി വരുന്നില്ല. അപ്പം ഈ രീതിയിൽ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സിസ്റ്റം നമുക്ക് നല്ല രീതിക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ തന്നെയല്ല, നമുക്കൊരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷോപ്പുകൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളുടെ എണ്ണം കൂടുന്നു. ഇപ്പം നമ്മൾ പറയുന്ന MA യൂസഫലിയുടെ ലുലു മാളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ശക്തമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ നമ്മൾ വിചാരിക്കും ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലെ ഒരു സ്ഥലത്ത് ഈ സാധാരണക്കാരായുള്ള ആൾക്കാർ എങ്ങനെ ചെന്ന് കയറും എന്നതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ആശങ്കയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലവിടെ നമുക്ക് സാധനം ലഭിക്കുക എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. 100 രൂപ മുതലുള്ള സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ഷോപ്പുകളാണെങ്കിലും നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള മേഖലകളാണെങ്കിലും എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിലുള്ള ആൾക്കാർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. എന്ന് വെച്ചാൽ ഒരു കോമൺ മാന് ഒരു ദൈനംദിനം വലിയ തട്ടുകേടോ തടസ്സങ്ങളോ ഇല്ലാതെ ജീവിച്ചു പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതേസമയം നമുക്കറിയാം, ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർക്ക് പഴയ 1000 നോട്ട് നിരോധിച്ചു എന്നുള്ള കാര്യം മനസ്സിലാകാത്ത പല ആൾക്കാരും ഉണ്ടാവണം. നമുക്കറിയാം, ഈ ബാങ്കിൽ ഈ 1000, 500 നോട്ടുകൾ അസാധുവായ കാലഘട്ടങ്ങളിൽ ഈ നോട്ട് മാറി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര നാളിനുള്ളിൽ അത് മാറിയെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടുകൾ ക്ലിയർ ആക്കാം, ഈ കള്ളപ്പണം വെളുപ്പിക്കുക എന്നതിന്. പക്ഷേ
പലരും ഇതിനു വേണ്ടി മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പലരും മണിക്കൂറുകളായിട്ട് ക്യൂ നിന്നുകൊണ്ട് അവിടെ നിന്ന് ആ പണം മാറിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പലരും കൂട്ടിയിട്ട് കത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരെ പോയി. കാര്യം ഡിനോമിനേഷൻ ഇല്ല. പിന്നെ തന്നെയല്ല, അവർക്ക് അവരുടെ പല സംസ്ഥാനങ്ങളിൽ, ബീഹാർ പോലെയുള്ള ആന്ധ്ര പോലെയുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും അവർക്ക് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് അവരുടെ ബാങ്ക് ആക്സസിന് വേണ്ടിയിട്ട് ഏകദേശം 2-3 മണിക്കൂറും ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം വികസനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു വികസനം നമ്മുടെ കേരളത്തിൽ മാത്രമാണ് സാധ്യമായിരിക്കുന്നത്. വിദ്യാഭ്യാസമാണെങ്കിൽ പോലും നമ്മൾ ശരിക്കും ഒരു 5 വർഷത്തിനൊക്കെ മുൻപ് ഈ ബംഗാളിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിക്കും, ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയും ചോദിച്ചാൽ അവർക്കറിയില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതാ, നമ്മൾ അത്രത്തോളം കേരളത്തിലുള്ളവർ എഡ്യൂക്കേറ്റഡ് ആയി. അതോടൊപ്പം കേരളത്തിലെ ലിറ്ററസി റേറ്റിൽ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. സാധാരണക്കാർ പോലും നമുക്കറിയാം നിർബന്ധിത വിദ്യാഭ്യാസം നൽകുന്നത് കേരളം മാത്രമാണ്. ബാക്കി എല്ലായിടത്തും കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്തോ ചെയ്യാതിരിക്കോ അതൊക്കെ അവരുടെ ഒരു ഇതിനനുസരിച്ചിരിക്കും. ഇപ്പോഴും ഈ പറഞ്ഞ ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ കേരളം തന്നെയാണ് മുന്നിൽ. ഇന്ന് വെളിമ്പുറങ്ങളിൽ പോയിട്ട് കാര്യം സാധിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കേരളത്തിൽ? വിരലിലെണ്ണാവുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം നമ്മൾ ഈ പറയുന്ന ഹൈജീനിക്കായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പിന്നെ അതോടൊപ്പം തന്നെ പൊതു ശൗചാലയങ്ങളുടെ എണ്ണം നമ്മൾ കേരളത്തെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ ആ നിലയ്ക്കെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ കേരളത്തിന്റെ വികസനമായി തന്നെ നമുക്ക് എണ്ണി പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇവിടെ എന്തുകൊണ്ടാണ് നമുക്കൊരു വലിയ ഫാക്ടറി സ്ഥാപിക്കാൻ പറ്റാത്തത്? ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിനില്ല. അതേസമയം നമ്മൾ എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും പാലക്കാടേക്കും എല്ലാം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വ്യവസായശാലകളുണ്ട്. ആ വ്യവസായശാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വിദേശ നാണ്യം നമുക്ക് നേടിത്തരുന്ന തരത്തിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞ ഒരു IT ബിസിനസ്സുകളാണ് പലയിടത്തും നടക്കുന്നത്. IT അത്രത്തോളം സ്ട്രോങ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളം അതിനകത്ത് ഒരു IT ഹബ്ബ് എന്നുള്ള നിലയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായിട്ട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളം 1ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ നീതി ആയോഗിന്റെ ഏത് കണക്ക് അനുസരിച്ച് നോക്കിയാലും നമ്മൾ മിക്കതിലും 1ാം സ്ഥാനം അല്ലെങ്കിൽ 2ാം സ്ഥാനം 10 സ്ഥാനങ്ങൾക്കുള്ളിൽ നമ്മുടെ കേരളം ഉണ്ടെന്നേ. ഇതൊക്കെയല്ലേ കേരളത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ. മറ്റു സംസ്ഥാനങ്ങൾ ഇപ്പോഴും പലരും പല വീഡിയോകളും ഒക്കെ എടുത്തിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗുജറാത്തിന്റെ ഇന്നത്തെ അവസ്ഥ, ചേരികൾ എന്തോരം ചേരികളാണ്, എന്തുമാത്രം ചേരികളുണ്ട്. ഈ ചേരികളിലുള്ളവരൊക്കെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണോ? അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള ഈ പറയുന്ന പോലെ ശൗചാലയങ്ങളുണ്ടോ? എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം എന്നൊക്കെ പറഞ്ഞിട്ട് വിദ്യാപാലനൊക്കെ അഭിനയിച്ച ഒരുപാട് ഇവരുടെ പിന്നെ ആടുകൾ, കേന്ദ്ര സർക്കാരിന്റെ ആടുകൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും അതില്ല. ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് നമ്മളുടെ മലയാളികളായ മാധ്യമപ്രവർത്തകർ അവിടെ പോയതുകൊണ്ട് ബീഹാറിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ലേബർ റൂം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ചാനലിനകത്ത് വന്നതാണ്. ഒരു ലേബർ റൂം എന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നത് ഒരു ചെറിയ തട്ടുണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അതാണ് ലേബർ റൂം. നമ്മുടെ കേരളത്തിലെ ലേബർ റൂം എങ്ങനെയാണ് അല്ലേ? നമ്മുടെ കേരളത്തിലെ ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര നിലവാരത്തോട് അടുത്ത് നിൽക്കുന്നതാണ്. അന്താരാഷ്ട്ര നിലവാരത്തിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല, അതിനോട് അടുത്ത് നിൽക്കുന്ന ഹൈജീനിക് ആയിട്ടുള്ള ഏരിയകളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേതോ ബീഹാറിലോ എനിക്ക് തോന്നുന്നു ഉത്തർപ്രദേശിൽ ഒരു അത്യാഹിത കാഷ്വാലിറ്റി വാർഡ് കാണിക്കുന്നു. ആ കാഷ്വാലിറ്റി വാർഡിനകത്ത് രോഗികൾ കിടക്കുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെഡിൽ നായ്ക്കൾ കിടന്നുറങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുമ്പോഴാണ് കേരളം അടിസ്ഥാനമായി നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര വലുതായി നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യവസായം ഇപ്പം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കിറ്റെക്സ് സാബു തന്നെ ഇവിടെ എത്ര കോടി രൂപയുടെ ബിസിനസ് ആണ് അയാൾ നടത്തിയത്. അപ്പം വ്യവസായ സൗഹൃദമല്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. വ്യവസായ സൗഹൃദം തന്നെയാണ് നമ്മുടെ കേരളം. അപ്പം ഇവിടെ കയർ വ്യവസായം നടക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നെയ്ത്ത്, കൈത്തറി വ്യവസായം, നമ്മുടെ ബാലരാമപുരം കൈത്തറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ അല്ലേ, അവിടെ അങ്ങനെയൊക്കെ വ്യവസായം നടക്കുന്നുണ്ട്. പിന്നെ കിറ്റെക്സ് സാബുവിന് മാത്രം എന്താ പ്രശ്നം? അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇവിടെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കേരളത്തിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് ഒരു മേഖലയിലും കേരളം മുൻപന്തിയിലേക്ക് പോകുന്നില്ല എന്നും കേരളം താണുകിടക്കുകയാണെന്നും പ്രത്യേകിച്ച് വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് കേരളം എന്തോ മോശപ്പെട്ട സ്ഥലമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ പറ്റുന്ന കാര്യം, വിദേശത്തു നിന്നും നമ്മുടെ സംസ്ഥാനത്തേക്ക് ഫണ്ട് ഇറക്കാൻ നിൽക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഒരു സന്ദേശമാണ് അവർ കൊടുക്കുന്നത്. ഇവിടെ കോടിക്കണക്കിന് ഒരു ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് നമ്മുടെ കേരളത്തിലേക്ക് വരണം. ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ കേരളം വ്യവസായ സൗഹൃദമാണ് എന്നുള്ള ഒരു സംഭവം പുറം ലോകങ്ങളിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പി രാജീവ് അടക്കമുള്ള പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള പലരും ഈ കിടഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള പിന്തിരിപ്പിന് ആശയങ്ങളുമായി ചില രംഗത്തേക്ക് വരുന്നു. രംഗത്തേക്ക് കേരളം വ്യവസായ സൗഹൃദമല്ല. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുന്നു. കേരളത്തെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് കേരളം ഇങ്ങനെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയി? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഉണ്ടായിരുന്ന 2 മുന്നണികൾ കാരണമാണ്. അപ്പൊ ഇടത് വലത് മുന്നണികളുടെ തെറ്റായ നയരൂപീകരണം കാരണം കേരളത്തിന് ഇങ്ങനെ വ്യവസായ സൗഹൃദമല്ല എന്നൊരു പേരുദോഷം വന്നു വിട്ടു. ഇത് വരുത്തി തീർക്കുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. എന്തുകൊണ്ടാണ്
ഇങ്ങനെ ആദ്യം ഈ ഒരു അടി അടിച്ചെങ്കിൽ മാത്രമേ കേരളത്തിന് ഈ തെറ്റായ ഒരു സന്ദേശം കൊടുത്താൽ മാത്രമേ ചിലരെ സന്തോഷിപ്പിക്കാൻ പറ്റൂ. ആരെയാണ് സന്തോഷിപ്പിക്കേണ്ടത്? കേരളത്തിൽ വിത്തിറക്കാൻ കാത്തിരിക്കുന്ന ഒരുപറ്റ ആൾക്കാരാണ് ഈ സംഘപരിവാർ അല്ലെങ്കിൽ BJP NDA എന്ന് പറയുന്ന മുന്നണി. അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും മോശമാണ് എന്നുള്ള ഒരു ഖ്യാതി കേരളത്തിനകത്ത് തന്നെ സൃഷ്ടിച്ചെടുക്കണം. അതിനുവേണ്ടി അയാൾ പരമാവധി ശ്രമിച്ചുകൊണ്ട് കേരളം മോശമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി അയാൾ 2020 ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഇതെല്ലാം കണ്ടില്ലേ, ഞാൻ ഇതെല്ലാം ചെയ്തു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കാരുകൾക്ക് ഇത് എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. വില കുറഞ്ഞ സാധനങ്ങൾ കൊടുക്കാം. പക്ഷെ അയാൾ ചെയ്തതൊന്നും ഈ പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊന്നും ആയിരുന്നില്ല. അയാളുടെ കയ്യിൽ നിന്നുമല്ല. ഓരോ കമ്പനികളും അവരുടെ ലാഭവിഹിതത്തിന്റെ ഇത്ര % CSR ഫണ്ട് എന്നുള്ള നിലയിൽ വിനിയോഗിക്കപ്പെടണം. ആ വിനിയോഗിക്കപ്പെടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ കള്ളക്കളിയായിരുന്നു ഇതെല്ലാം. ഇത് ജനത്തിന് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെ ഈ പറയുന്ന UDF നിന്നും LDF നിന്നും അവിടെ അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ടിരുന്ന കുറേയധികം ആൾക്കാർ ഇയാൾക്കൊപ്പം ചേരുകയാണ് ചെയ്തത്. അങ്ങനെ അയാൾ ഒരു അരാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ 2020 വളർത്തിക്കൊണ്ട് വരികയും ഈ 2020 ഉപയോഗിച്ചുകൊണ്ട് പിന്നെ അടുത്ത ശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അടുത്ത ഒരു മുന്നണിയിലേക്ക്. അപ്പൊ 2020 വളർന്നു. 2020 വളരുമ്പോൾ സ്വാഭാവികമായും ഇയാൾക്ക് പിന്നെ ഉണ്ടായെന്ന് വെച്ചാൽ ആ ED നോട്ടീസ് കിടക്കുകയാണ്. അപ്പൊ ED നോട്ടീസ് ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആയി ഇത് മാറുകയും ചെയ്തു. നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ അങ്ങനെ പറഞ്ഞ EDPD BJP ജോയിൻ ചെയ്ത ആളുകളാണ്. അങ്ങനെ എത്ര ആളുകളുണ്ട് EDയെ ഭയന്നിട്ട് നേരെ ചാടി കോൺഗ്രസ് പിന്നെ BJPയുടെ പാളയത്തിൽ അഭയം തേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇയാളും ഈ പറയുന്ന സാബുവും ജേക്കബും നേരെ പോയി ചാടിയത് NDAയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാര്യം ED വരില്ല. ഇപ്പൊ തന്നെ തന്ത്രിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. തന്ത്രി കുറ്റക്കാരനാണെന്നും തന്ത്രി പിന്നെ 2.5 കോടി രൂപ നിക്ഷേപിച്ച ഒരാളാണെന്നും അത് ആന്റോ ആന്റണിക്ക് നൽകിയ ഒരാളാണെന്നും വളരെ പകൽ പോലെ വ്യക്തമായ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് തന്ത്രിയുടെ കാര്യങ്ങൾ മാത്രം അന്വേഷിക്കാതെ നിൽക്കുന്നത് ED? അപ്പം EDയുടെ പ്രശ്നം വെച്ചാൽ ED ഇനി അടൂർ പ്രകാശിനെ തൊടത്തില്ല, ഈ പറയുന്ന ആന്റോ ആന്റണിയും തൊടത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരെ രണ്ടുപേരെയും തൊട്ട് കഴിഞ്ഞാൽ തന്ത്രിയുടെ പങ്ക് വ്യക്തമാകും. അപ്പൊ തന്ത്രിയുമായിട്ട് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഇവരുടെ രണ്ടുപേരുടെ ഡീറ്റെയിലിൽ നിന്ന് കിട്ടും. ഈ ഡീറ്റെയിലിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ തന്ത്രിയെ സ്വാഭാവികമെന്നോണം തന്ത്രിയിലേക്ക് അന്വേഷണം നീളും. അത് നീളാതിരിക്കാൻ ED ഇവിടെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നേ. ഇത് കൃത്യമായിട്ട് പിന്നെ VD സതീശൻ അല്ലാണ്ട് CBI അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് പറഞ്ഞ കാര്യതാ കൃത്യമായിട്ട് അറിയാം. തന്ത്രിയെ തൊടാതിരിക്കാൻ വേണ്ടി ഇവരെ രണ്ടുപേരെയും ഈ പറയുന്ന കേന്ദ്ര ഏജൻസിയിൽ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചേ പറ്റൂ. അങ്ങനെ ഒരു ശ്രമം ഇവിടെ നടക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ. സാബുവും ജേക്കബിനെ കൃത്യമായി പിന്നെ ED ഇനി തൊടുകയില്ല. EDയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഒളിച്ചോട്ടം നടത്തിയാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇപ്പം ED പിന്നെ CPM-നെതിരെ എന്ത് ഇതുണ്ടായിട്ടാണ് CPM-നെതിരെ തോമസ് ഐസക്കിനെതിരെ ഒരു ഇത് വെച്ചത്? ഫെമ നിയമ ലംഘനം നടത്തി നമ്മൾ നോട്ടീസ് അയച്ചു. ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ഉടനെ തിരിച്ച് പിന്നെ ഹൈക്കോടതി സാധനം ഫയൽ ചെയ്തു. തോമസ് ഐസക്ക് ചോദിച്ചു ഞാൻ എന്തിനാണ് ഹാജരാവേണ്ടത് എന്ന് ചോദിച്ചിട്ട് അതിനൊരു കൃത്യമായ മറുപടി കൊടുക്കാൻ കെൽപ്പില്ലാത്തവരാണ് ED. ഇല്ല, ഇന്ന കാര്യത്തിന് നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഞാൻ വിളിപ്പിച്ചിരിക്കുന്നു എന്ന് എന്തുകൊണ്ടാണ് ED തിരിച്ചൊരു പിന്നെ കമന്റ് പറയാഞ്ഞത്? അപ്പൊ ഇവിടെ പൊളിറ്റിക്കലി ED എന്ന് പറയുന്ന ഒന്ന് ഒരു പൊളിറ്റിക്കൽ വെപ്പണാണ്. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ വെപ്പൺ തന്നെയാണ്. ഈ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് എവിടെയൊക്കെ കൃത്യമായിട്ട് സ്മാഷ് ചെയ്യണം എന്നുള്ള വിവരം അറിയാവുന്ന ആൾക്കാരാണ് ഈ പറയുന്ന NDAയിലുള്ള എല്ലാവരും. ഇപ്പം അമിത്ഷാ ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും എല്ലാവരും. പക്ഷേ കേരളത്തിൽ ഇപ്പൊ എല്ലാവരും പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തൊടാൻ കഴിയാത്തത് മുഖ്യമന്ത്രി എന്തൊക്കെയോ ഇവിടെ വലിയ രീതിയിൽ അവരെ സൂചിപ്പിച്ചു നിർത്തിയില്ല. അല്ല, മുഖ്യമന്ത്രിയെ പൂട്ടാൻ വേണ്ട തെളിവുകൾ EDയുടെ കയ്യിലില്ല. അതാണ് പ്രശ്നം. ഇവിടെ CPM-ലെ നേതാക്കന്മാർക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അവരെ പൂട്ടാനുള്ള യാതൊരു തെളിവുകളും EDയുടെ കയ്യിലില്ല. ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഒരു പിന്നെ എനിക്കൊന്ന് രാധാകൃഷ്ണൻ എന്താണെന്ന് തോന്നുന്നു ആ ED ഉദ്യോഗസ്ഥന്റെ പേര്, അയാളെ കാശ്മീരിലേക്ക് പറഞ്ഞുകൊണ്ട് അവസ്ഥ വരെ ഉണ്ടായി. ഇവിടെ വന്ന് പിന്നെ തിരിമറി നടത്തി. ഇതേ ആള് തന്നെ മുഖ്യമന്ത്രിയെ പൂട്ടാൻ വേണ്ടിയിട്ട് പല കള്ളത്തെളിവുകളും ചമച്ച ഒരാൾ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയെല്ലാം EDയെ ഭയക്കാൻ നടക്കുന്നവരാണ് CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലുള്ളവർ. പിന്നെ അതേസമയം UDF എന്താ ചെയ്ത്? UDFനെതിരായിട്ട് ED അന്വേഷണം വന്നപ്പോൾ പലയിടത്തും വോട്ടിംഗ് തിരിമറി നടത്തിക്കൊണ്ട് EDയുടെ കാൽച്ചുവട്ടിലേക്ക് അല്ലെങ്കിൽ NDAയുടെ കാൽച്ചുവട്ടിലേക്ക് BJPക്ക് വേണ്ടിയിട്ട് പലയിടത്തും ഒത്താശ ചെയ്തു കൊടുത്തു. ഒത്താശയുണ്ട്. അതുകൊണ്ടൊരു രാജഗോപാലിനെയും കിട്ടി, ആ തൃപ്പൂണിത്തുറ നഗരസഭയും കിട്ടി. ഇത് അവർ തമ്മിൽ നടത്തിയ ഒത്തുകളിയാണ്. ശരിക്കും ഒത്തുകളി നടന്നിരിക്കുന്ന UDFും BJPയും തമ്മിലാണ്. ഇപ്പോഴെന്താണ് സാബുവും ജേക്കബ് വളരെ ക്ലിയർ ആണ്. ഇത് ഈ സാബുവും ജേക്കബിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഞാൻ എല്ലാ നിയമങ്ങൾ വിട്ടിട്ടൊന്നും ചെയ്യില്ല. ഇനി അയാൾക്ക് പറയാം. കാരണം എന്താണ്? ഇയാളുടെ എതിരായി കിട്ടിയ തെളിവുകളെല്ലാം ED മായ്ച്ചു കളഞ്ഞു, ഇറേസ് ചെയ്തു. അപ്പൊ അയാൾക്ക് ക്ലീൻ ചിറ്റാണ്, ED ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുക. അപ്പൊ അയാൾക്ക് പറയാം ഇത് പിന്നെ കള്ളത്തരം പറഞ്ഞു വരികയാണ്, ഇത് വെറും ആരോപണം മാത്രമാണ് പറഞ്ഞ് അദ്ദേഹത്തിന് പറയാവുന്നതല്ലേ ഉള്ളൂ. കാരണം എന്താ? ക്ലീൻ ചിറ്റായി. NDAയിൽ കയറി അവിടെ ഔദ്യോഗികമായിട്ട്, അതും പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്നുകൊണ്ട് ഔദ്യോഗികമായി NDAയിലേക്ക് ജോയിൻ ചെയ്ത ഒരാളെ എങ്ങനെയാണ് ED പീഡിപ്പിക്കുക?
അതിനി സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് ED എടുത്തിരിക്കുന്ന രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ കേസുകളും ഇന്ന് പിന്നെ അല്ലെങ്കിൽ അയാൾ ആ ജോയിൻ ചെയ്ത ആ സ്പോട്ടിൽ തന്നെ ക്യാൻസലേഷനായി, അതല്ല ഇറേസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഒരു തരം ഒളിച്ചുകളി നടത്തുകയും ഒളിച്ചുകടത്തൽ നടത്തുകയും ചെയ്തുകൊണ്ട് തൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വലിയ പറ്റം പ്രവർത്തകരെ അല്ലെങ്കിൽ തൻ്റെയും തൻ്റെ പ്രവർത്തകർക്കും വോട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം വോട്ടേഴ്സിനെ പച്ചയ്ക്ക് കബളിപ്പിച്ച ഒരു നേതാവായി തന്നെ സാബു ജേക്കബ് അറിയപ്പെടുകയും ചെയ്യും. സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം തെറ്റുകൾ മറയ്ക്കാനും വേണ്ടിയിട്ടും സ്വന്തം ജനങ്ങളെ വഞ്ചിച്ച ഒരു നേതാവായി തന്നെ സാബു ജേക്കബ് അറിയപ്പെടും.